നമസ്കാരം. ഇന്ന് ചെയ്യുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് പപ്പായ ഉപ്പേരി. അതിനായിട്ട് ഹാഫ് പീസ് പപ്പായ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയ ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇനി ഇത് വേവിക്കാനായിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മളുടെ എരിവനുസരിച്ച് ഞാനിവിടെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഇത് വേവിക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇടയിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ പപ്പായ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുകിടാനായിട്ട് കുറച്ച് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതും കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം തേങ്ങ ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. നന്നായിട്ടൊരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഉണ്ടല്ലോ, അതിലേക്ക് ഈ തേങ്ങയും കറിവേപ്പിലയും കൂടെ വഴറ്റിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയും കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ പപ്പായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. താങ്ക് യു.